ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ SCERT സീരീസിൽ ഇതുവരെ കഴിഞ്ഞത് 5 പാർട്ടുകളാണ്. കറണ്ട് അഫയേഴ്സ്, മാത്സ്, അതുപോലെ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ നിങ്ങൾ ടോപ്പിക് വൈസ് ക്ലാസ് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് SCERT സീരീസും അതുപോലെ ബാക്കിയുള്ള 3 ദിവസം നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സും ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ ദിവസത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലഗ്രാമിൽ പോൾ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് പഠിക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, 2025 ജല സുസ്ഥിരതാ സമ്മേളനം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? 2025 ജല സുസ്ഥിരതാ സമ്മേളനം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹിയിലാണ് 2025 ജല സുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ചത് ന്യൂഡൽഹി. കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏത്? കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? ലോകാരോഗ്യ സംഘടന WHO ആണ് കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ചത് ന്യൂഡൽഹിയിലാണ്. കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയത് ലോകാരോഗ്യ സംഘടനയാണ്. PM യുവ പദ്ധതിയുടെ 3ാം പതിപ്പ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? PM യുവ പദ്ധതിയുടെ 3ാം പതിപ്പ് ആരംഭിച്ച മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. എന്താണ് PM യുവ പദ്ധതി? 30 വയസ്സിന് താഴെയുള്ള യുവ എഴുത്തുകാരെ മെന്ററിങ് ചെയ്യുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് PM യുവ പദ്ധതി. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 5ാമതാണ് ഇന്ത്യയുടെ റാങ്ക്. അപ്പോൾ PM യുവ പദ്ധതിയുടെ 3ാം പതിപ്പ് ആരംഭിച്ച മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ റാങ്ക് 5ാമതാണ്. സജ്ജൻഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സജ്ജൻഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് സജ്ജൻഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കാലത്തായിട്ട് ഈ സജ്ജൻഗഡ് വന്യജീവി സങ്കേതത്തിന്റെ 50 ഹെക്ടർ പ്രദേശവും കാട്ടുതീയിൽ കത്തി നശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂസിലൊക്കെ ഈ ഒരു വന്യജീവി സങ്കേതത്തെ കുറിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കറണ്ട് അഫയേഴ്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GIS അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? GIS അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ആഭ്യന്തര മന്ത്രാലയമാണ്. അപ്പോൾ സജ്ജൻഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഫ്യൂഗോ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്കയിലെ ഗ്വാട്ടിമാലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഒരു അഗ്നിപർവ്വതമാണ് ഫ്യൂഗോ അഗ്നിപർവ്വതം. അമേരിക്കയിലെ ഗ്വാട്ടിമാലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. SIPRI റിപ്പോർട്ട് അനുസരിച്ച് 2020-2024 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം ഏതാണ്? എന്താണ് SIPRI? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020-2024 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം ഉക്രൈനാണ്. അപ്പോൾ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഫ്യൂഗോ അഗ്നിപർവ്വതം അമേരിക്കയിലെ ഗ്വാട്ടിമാലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. SIPRI സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് 2020-2024 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായി മാറിയ രാജ്യം ഉക്രൈനാണ്. മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാന സർക്കാർ
ഏതാണെന്നാണ്. മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ത്രിപുരയാണ് കേട്ടോ. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് സാരസ് ക്രെയിനിന്റെ അല്ലെങ്കിൽ ഗ്രസ് ആന്റിഗണിയുടെ അപൂർവ ദൃശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ഏതാണ് സാരസ് ക്രെയിനിന്റെ അല്ലെങ്കിൽ ഗ്രസ് ആന്റിഗണി? ഇതെന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പറക്കുന്ന പക്ഷിയാണ് ഈ സാരസ് ക്രെയിൻ അല്ലെങ്കിൽ ഗ്രസ് ആന്റിഗണി. തെക്കു കിഴക്കൻ ഏഷ്യ, വടക്കേ ഇന്ത്യ, വടക്കേ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അടുത്തിടെ സാരസ് ക്രെയിനിന്റെ അപൂർവ ദൃശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അസമിലാണ്. മുഖ്യമന്ത്രി ബാലിക സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ത്രിപുര സർക്കാരാണ്. അടുത്തിടെ സാരസ് ക്രെയിനിന്റെ അല്ലെങ്കിൽ ഗ്രസ് ആന്റിഗണി എന്നിവയുടെ അപൂർവ ദൃശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അസമിലാണ്. ഏത് മന്ത്രാലയമാണ് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ചത്? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. അപ്പോൾ ഏത് മന്ത്രാലയമാണ് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ചത്? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. മ്യാൻമാർ അതിർത്തിക്ക് സമീപം അടുത്തിടെ ശക്തമായൊരു ലാർജ് ഫേസ്ഡ് എറേ റഡാർ വിന്യസിച്ച രാജ്യം ഏതാണ്? മ്യാൻമാർ അതിർത്തിക്ക് സമീപം അടുത്തിടെ ശക്തമായൊരു ലാർജ് ഫേസ്ഡ് എറേ റഡാർ അല്ലെങ്കിൽ LPAR വിന്യസിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി 2025 ആരംഭിച്ചത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. മ്യാൻമാർ അതിർത്തിക്ക് സമീപം അടുത്തിടെ ശക്തമായ ഒരു ലാർജ് ഫേസ്ഡ് എറേ റഡാർ വിന്യസിച്ച രാജ്യം ചൈനയാണ്. ഏത് സ്ഥാപനമാണ് 2025 ആഗോള ഭീകരവാദ സൂചിക അല്ലെങ്കിൽ GTI റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് IEP എന്ന സംഘടനയാണ് 2025 ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഏത് സ്ഥാപനമാണ് 2025 ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് അല്ലെങ്കിൽ IEP. 2025 മാർച്ചിൽ നിയമകാര്യ വകുപ്പിന്റെ ആദ്യ വനിതാ സെക്രട്ടറിയായി നിയമിതയായത് ആര്? അഞ്ജു രതി റാണയാണ് 2025 മാർച്ചിൽ നിയമകാര്യ വകുപ്പിന്റെ ആദ്യ വനിതാ സെക്രട്ടറിയായി നിയമിതയായത്. അപ്പോൾ ഏത് സ്ഥാപനമാണ് 2025 ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് അല്ലെങ്കിൽ IEP. 2025 മാർച്ചിൽ നിയമകാര്യ വകുപ്പിന്റെ ആദ്യ വനിതാ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. അടുത്തിടെ വാർത്തകളിൽ കണ്ട തുംഗ നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത്? അപ്പോൾ തുംഗ നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത്? കർണാടകയിലൂടെയാണ്. അപ്പോൾ കർണാടകയിലെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ തുംഗ നദിയിലെ 7 മലിനീകരണ സ്രോതസ്സുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഇതിന്റെ തീരത്തുള്ള കയ്യേറ്റങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. അങ്ങനെയാണ് ഈ തുംഗ നദി വാർത്തകളിലൊക്കെ ഇടം നേടിയത്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഇന്ത്യ. അപ്പോൾ അടുത്തിടെ വാർത്തകളിൽ കണ്ട തുംഗ നദി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയത് ഇന്ത്യയാണ്. ബ്രഹ്മാസ്ത്ര മിസൈൽ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ്? ബ്രഹ്മാസ്ത്ര മിസൈൽ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ്? പ്രതിരോധ ഗവേഷണ വികസന സംഘടന അല്ലെങ്കിൽ DRDO ആണ് ബ്രഹ്മാസ്ത്ര മിസൈൽ അല്ലെങ്കിൽ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഏത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശ സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്? ഇപ്പോൾ ഏത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശ സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്? ഡൽഹി സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്. ഡൽഹി സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്. അപ്പോൾ ബ്രഹ്മാസ്ത്ര മിസൈൽ വികസിപ്പിച്ചെടുത്ത സംഘടന പ്രതിരോധ ഗവേഷണ സംഘടന അല്ലെങ്കിൽ DRDO ആണ്. ഡൽഹി സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്. എന്താണ് ഈ മഹിളാ സമൃദ്ധി യോജന പദ്ധതി? ദുർബല വിഭാഗത്തിൽപ്പെട്ട 21 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വാർഷിക വരുമാനമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന പദ്ധതി. അന്താരാഷ്ട്ര മഹിളാ ദിനത്തിലാണ് ഈ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട T-72 എന്താണ്?
ഒരു ടാങ്കാണത്. T-72 ടാങ്കുകൾ ആവടിയിലെ ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലാണ് പ്രാദേശികമായിട്ട് നിർമ്മിക്കുന്നത്. സൈനിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാങ്കാണ്. ഉയർന്ന കൃത്യതയുള്ള കാറ്റാ സംവിധാനങ്ങളും കാര്യക്ഷമമായ വെടിവെപ്പിനായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ലോഡിംഗ് സംവിധാനവും ഈ ഒരു ടാങ്കിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 റുവാണ്ടർ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? 2025 റുവാണ്ടർ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? സിദ്ധാന്ത് ബന്തിയയും അലക്സാണ്ടർ ഡോൺസ്കിയുമാണ് 2025 റുവാണ്ടർ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഡബിൾസ് കിരീടം നേടിയത്. അപ്പോൾ അടുത്തിടെ വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട T-72 എന്താണ്? സൈനികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ടാങ്കാണ്. അതുപോലെ 2025 റുവാണ്ടർ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഡബിൾസ് കിരീടം നേടിയത് സിദ്ധാന്ത് ബന്തിയയും അലക്സാണ്ടർ ഡോൺസ്കിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. അതുപോലെ പോൾ എക്സാമും നമ്മുടെ ടെലഗ്രാമിലുള്ള പോൾ എക്സാമും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.